നമ്മുടെ 7 ജില്ലകളിൽ നാളെ നടക്കുകയാണ്. ഇതടക്കമുള്ള 7 ജില്ലകളിൽ നാളെ പരസ്യപ്രചാരണം അവസാനിക്കുന്നു. 11-ന് തെരഞ്ഞെടുപ്പ് നടക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് LDF തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയത്. അതിന് പിന്നീട് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ കൂടുതൽ വർദ്ധിതമായ പിന്തുണ സംസ്ഥാനത്താകെ ജനങ്ങളിൽ നിന്ന് LDF ലഭിക്കുന്നു എന്നതാണ്. അതിന്റെ ഭാഗമായി LDF കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രകടമായ നില എല്ലാ പ്രദേശങ്ങളിലും അനുഭവപ്പെടുകയാണ്. ഇവിടെ ഇത്തരമൊരു അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് നമ്മുടെ എല്ലാം അനുഭവത്തെ വെച്ചുകൊണ്ട് തന്നെ വിലയിരുത്താൻ നമുക്ക് സാധിക്കും. 2016 LDF സംസ്ഥാന ഭരണത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്നു. ജനങ്ങൾ 2016 ഏൽപ്പിച്ച LDF-നെ ഏൽപ്പിച്ച സംസ്ഥാന ഭരണം ഈ കഴിഞ്ഞ 10 വർഷമായി LDF നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് പൊതുവെ നാട് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇത് LDF-നെ ഏതു തരത്തിലും ശക്തിപ്പെടുത്തണമെന്ന ചിന്തയിലേക്ക് ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്താണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ കരുത്ത് കാണിക്കുന്നത്. ഇന്ത്യയിലെ പ്രാദേശിക സർക്കാരുകൾ എന്ന നിലക്ക് ആവശ്യമായ അധികാരവും വേണ്ടത്ര ഫണ്ടും കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാകുന്നു. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും അത്തരമൊരവസ്ഥയില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായാണ് പൊതുവെ പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യകരമായ ഒരവസ്ഥ നേരിടേണ്ടി വന്നവരാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ജനങ്ങൾ എന്നത് മറന്നുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. കോർപ്പറേഷന്റെ അവസ്ഥയല്ല നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുക. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കേരളത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് നടപടികൾ സ്വീകരിക്കുന്ന
ജനക്ഷേമകരമായ കാര്യങ്ങൾ കാര്യക്ഷമതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നാടിൻ്റെ ഓരോ ഭാഗവും കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നവീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളെയാണ് കേരളത്തിൽ പൊതുവെ കാണാൻ കഴിയുക. ഇപ്പോൾ അടുത്ത കാലത്ത് കേരളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി എന്നത്. അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ നേരത്തെ തീരുമാനമെടുത്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നടപ്പാക്കുന്നതിൽ വിജയകരമായ രീതിയിൽ ഓരോ കുടുംബത്തിൻ്റെയും ക്ലേശഘടകങ്ങൾ പരിഹരിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് സ്തുത്യർഹമായ പങ്ക് വഹിച്ചത്. ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുവായ വികസന കാര്യങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ മികവോടെ ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരമാണ് ഇനി അങ്ങോട്ട് ഉണ്ടാകേണ്ടത്. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, അഭിവൃദ്ധിക്ക്, ജനങ്ങളുടെ ക്ഷേമകരമായ ജീവിതത്തിന് എല്ലാം വലിയ സംഭാവന നൽകാനുള്ള പ്രാദേശിക സർക്കാരുകളാണ്. കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങളെടുത്താൽ 2016 LDFിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയതിനു ശേഷം ഉള്ള അവസ്ഥ നാം പല ഘട്ടങ്ങളിലായി വിലയിരുത്തിയിട്ടുള്ളതാണ്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം, കേരളം പൊതുവെ രാജ്യം ശ്രദ്ധിച്ച, ലോകം ശ്രദ്ധിച്ച ഒരു പ്രദേശമായിരുന്നു നേരത്തെ. നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് കേരള മോഡൽ എന്ന ഒരു വിശേഷണം തന്നെ ഒരു ഘട്ടത്തിൽ ഉയർന്നിരുന്നു. കേരള മോഡൽ എന്ന വിശേഷണം നേടിയത് നമ്മുടെ സാമ്പത്തിക മികവ് കൊണ്ടായിരുന്നില്ല. കേരളം മറ്റു പല സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് വലിയ തോതിൽ സാമ്പത്തിക കഴിവ് ആർജിച്ച സംസ്ഥാനമല്ല. എന്നാൽ അങ്ങനെയുള്ളൊരു നാട് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജീവിത സാഹചര്യമുള്ള ഒരു നാടായി മാറുന്നു. പല കാര്യങ്ങളിലും വികസിത രാഷ്ട്രങ്ങളോടൊപ്പം മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഉയരുന്നു. ഇതായിരുന്നു കേരള മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശേഷിപ്പിക്കുന്നതിന് ഇടയാക്കിയ കാര്യം. പക്ഷേ ആ കേരള മോഡൽ എന്ന വിശേഷണം നേടി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ശരിയായ രീതിയിലുള്ള
തുടർച്ച ഉണ്ടായില്ല എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. കാലാനുസൃതമായ പുരോഗതി നേടാൻ കഴിയുന്നില്ല എന്നതൊരു ഘട്ടത്തിൽ നാം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് പൊതുവെ കേരളത്തെ ജാഗ്രതപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിച്ചു. അതിനായി എല്ലാ ഭേദചിന്തകളും മറന്ന് ഒന്നിച്ച് നീങ്ങണം എന്ന ആശയം ദൃഢപ്പെട്ടു. അതിൻ്റെ ഭാഗമായാണ് കേരളം ജനകീയ ആസൂത്രണം എന്ന നിലയിൽ പദ്ധതി നിർവഹണം നടത്തുന്ന നിലയുണ്ടായത്. ജനങ്ങൾ കൂട്ടായി എല്ലാ ഭേദചിന്തകളും മറന്ന് വികസനത്തിൽ പങ്കാളികളാകുന്ന നിലയാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടായത്. പക്ഷേ അതും ഒരു ഘട്ടം വരെയേ ശരിയായ രീതിയിൽ മുന്നോട്ട് പോയുള്ളൂ. ഒരുപാട് പ്രത്യേകതകൾ നാടിനുണ്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ച രീതിയിൽ ചില ഘട്ടങ്ങളിൽ നാട് മുന്നോട്ട് പോയില്ല. നമ്മൾ ഒരു 10 വർഷം മുൻപുള്ള കേരളത്തെ പറ്റി ഓർത്തു നോക്കണം. 2016 LDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ കേരളം ഒരു ശപിക്കപ്പെട്ട നാടായാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത്. നമ്മുടെ നാട് എല്ലാ രംഗത്തും പുറകോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ ഗതാഗത സൗകര്യം വളരെ പരിമിതമായിരുന്നു. നമുക്ക് നേരെ ചൊവ്വേ സഞ്ചരിക്കാനുള്ള റോഡുകൾ കുറവായിരുന്നു. വലിയ തോതിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സഞ്ചാരത്തിലേർപ്പെടുന്നവർക്ക് വലിയ തോതിൽ പ്രയാസം അനുഭവപ്പെടുന്ന അനുഭവമാണ് ഉണ്ടായത്. അതോടൊപ്പം വിവിധ മേഖലകൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള പുരോഗതി നേടിയില്ല. കാലാനുസൃതമായ മാറ്റം ഉണ്ടായില്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നാട് പുറകോട്ട് പോകുന്നുവെന്നാണ്. വിവിധ മേഖലകളിൽ നാട് പുറകോട്ട് പോയി. ഇതൊരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ജനങ്ങളെ എത്തിച്ചു. എല്ലാവരും കടുത്ത നിരാശയിൽ. നമ്മുടെ നാട് ഇനി ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്ന് കരുതിയവരടക്കം കേരളത്തിലുണ്ടായി. ചിലർ വിധിയെ ശപിച്ചു. ഇങ്ങനെയായിപ്പോയി എന്ന തരത്തിൽ ഇനി ഇതിനൊന്നും മാറ്റമുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചു കഴിയുന്നൊരു ജനത കടുത്ത നിരാശയിൽ. അത്തരമൊരു സാഹചര്യത്തിലാണ് LDF സർക്കാർ അധികാരത്തിലേറിയത്. LDFനെ ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. ആ പ്രതീക്ഷ നിറവേറ്റാനുള്ള ബാധ്യതയും ചുമതലയും LDF സർക്കാരിനുണ്ടായിരുന്നു. LDF സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ കാര്യങ്ങളിൽ മാറ്റം വന്നു. ആ മാറ്റം പ്രകടമായി. ജനങ്ങളിലുണ്ടായിരുന്ന നിരാശ ഒഴിഞ്ഞുപോയി. മാത്രമല്ല
ഈ കേരളത്തിൽ പലതും നടക്കും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഒന്നും നടക്കില്ല എന്ന ചിന്തക്ക് പകരം പലതും നടക്കും എന്ന ചിന്ത ഉയർന്നു. നിരാശയ്ക്ക് പകരം നല്ല പ്രത്യാശയുള്ളവരായി ജനങ്ങൾ മാറി. ആ ഘട്ടത്തിൽ സ്വീകരിച്ച വിവിധ നടപടികളെക്കുറിച്ച് വിശദമായി പോകുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യമാണ്. പക്ഷേ LDF സർക്കാർ സ്വീകരിച്ച ഒരു നിലപാട്, അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട നിലപാടായിരുന്നു. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാനും വിലയിരുത്താനും അവസരം ലഭിച്ചു. ഓരോ വർഷവും എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ ചെയ്തു എന്നത് ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി അവതരിപ്പിക്കുന്ന നില വന്നു. ആ പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു. അവസാനം ആ ഗവൺമെൻറ്റിൻ്റെ ടേം അവസാനിക്കുന്നു. 2021 തെരഞ്ഞെടുപ്പ് വരുന്നു. 2021 ഇതേ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങൾ കണ്ടത് LDF 2016 തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ വെച്ച 600 വാഗ്ദാനങ്ങളുണ്ടായിരുന്നു. ആ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണവും പൂർത്തിയാക്കിയൊരു സർക്കാർ എന്ന നില പൂർണ്ണമായി ജനങ്ങൾ മനസ്സിലാക്കുന്നു. അത്തരമൊരു അവസ്ഥയോടൊപ്പം തന്നെ ഓരോ ഘട്ടത്തിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇനി മാറ്റമുണ്ടാകില്ല എന്ന് കരുതിയ മേഖലകളിലുള്ള ഇടപെടലുകൾ, അതിൻ്റെ ഭാഗമായി വന്ന മാറ്റങ്ങൾ, അതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നു. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, പ്രകടന പത്രികയിൽ ഇല്ലാത്ത ഒട്ടേറെ കാര്യങ്ങളും സർക്കാർ നാടിൻ്റെ വികസനത്തിനായി ചെയ്യുന്നു. അതോടൊപ്പം ഒരു നാടിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള കടുത്ത ദുരന്തങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള പ്രതിസന്ധികൾ നമ്മുടെ നാടിന് നേരിടേണ്ടി വന്നു. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. നൂറ്റാണ്ടിലെ മഹാപ്രളയം 2018 കേരളത്തെ അക്ഷരാർത്ഥത്തിൽ തകർക്കുകയായിരുന്നു. ഇനി ഈ നാടെങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ചവരായിരുന്നു പലരും. നമ്മെ സ്നേഹിക്കുന്ന ലോകത്തെ പല രാഷ്ട്രങ്ങളും വല്ലാതെ വേദനിക്കുന്ന അവസ്ഥ തന്നെയുണ്ടായി. നാട് തകർന്നു പോകുന്നല്ലോ എന്ന വേദന. ആ ഘട്ടത്തിൽ നമ്മെ സഹായിക്കാൻ ബാധ്യതയുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായവും ചെയ്യാൻ തയ്യാറായില്ല. മാത്രമല്ല, സഹായിക്കാൻ തയ്യാറായവരെ മുടക്കുന്ന നിലപാടും കേന്ദ്രം സ്വീകരിച്ചു. കേരളം തകരട്ടെ, ഇനിയും തകരട്ടെ എന്ന സമീപനം, മനോഭാവം, അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ നമുക്ക് അങ്ങനെ തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. ഈ കാര്യത്തിൽ ലോകത്തെ വിസ്മയപ്പെടുത്തുമാറുള്ള സമീപനമാണ് നമ്മുടെ നാടും ജനങ്ങളും സ്വീകരിച്ചത്. നാടും ജനങ്ങളും നല്ല
ഒരുമയോടെ ഐക്യത്തോടെ ഈ അതിജീവന കാര്യങ്ങളിൽ പങ്കുവഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ നാട് ആ പ്രശ്നങ്ങൾ അതിജീവിച്ചു എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇതിലെല്ലാം ഒരു സർക്കാർ എന്ന നിലക്ക് സംസ്ഥാന സർക്കാർ വഹിച്ച പങ്ക് ജനങ്ങൾ വിലയിരുത്തിയിരുന്നു. ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ LDFനെ തുടർ ഭരണം ജനങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ കാണേണ്ടത് അതേവരെ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഒരു മുന്നണി ഒരു തവണ അധികാരത്തിലുണ്ടായാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലുള്ള മുന്നണി താഴെ പോവുകയും മറ്റേ മുന്നണി അധികാരത്തിൽ വരികയും ചെയ്യുന്ന നിലയായിരുന്നു. ഇത് സ്വാഭാവികമായി നടക്കുന്ന നിലയാണ് എന്ന് കരുതിയവരുടെ മുന്നിലാണ് ജനങ്ങൾ ആ ചരിത്രം തിരുത്തി തുടർഭരണം LDFന് സമ്മാനിക്കുന്നത്. തുടർഭരണം LDFന് സമ്മാനിച്ച ജനങ്ങൾക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനം ഏതെങ്കിലും തരത്തിലുള്ള നിരാശ ഉണ്ടാക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ടോ? അതാണ് സ്വാഭാവികമായും ജനങ്ങൾ വിലയിരുത്തുക. ഇവിടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല എന്നതാണ് അനുഭവം. ഇപ്പോ നാം നേരത്തെ പറഞ്ഞ അതിദാരിദ്ര്യമുക്തം എന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഇവിടെ നാം കാണേണ്ട കാര്യം, നാം ഒരു ഒറ്റപ്പെട്ട നാടല്ല, ഈ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നാടാണ്. നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം, ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത്. നമ്മുടെ ലോകത്തിലെ രാഷ്ട്രങ്ങളെ ഒരു പട്ടികയായി കണക്കാക്കിയാൽ അതിൽ ഏറ്റവും അവസാന തലത്തിലാണ് നമ്മുടെ രാജ്യത്തെ കാണാൻ കഴിയുക. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് രാഷ്ട്രങ്ങളേ ഉള്ളൂ. കാരണം അത്ര വലിയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ. ഇന്ത്യയിലെ ജനങ്ങളിൽ 33% 100 രൂപയിൽ താഴെ പ്രതിദിന വരുമാനമുള്ളവരാണ്. സാധാരണഗതിയിൽ ജീവിക്കാനുള്ള വരുമാനം, നിത്യവരുമാനം ഇല്ലാത്തവരാണ് 81% ജനങ്ങൾ. 100ൽ 81 പേര് സാധാരണഗതിയിൽ ജീവിക്കുന്നതിനുള്ള വരുമാനം ഇല്ലാത്തവരായി മാറിയിരിക്കുന്നു. കേരളം നമ്മുടെ അനുഭവത്തിലുള്ളൊരു നാടാണ്. കേരളത്തിലെ അവസ്ഥയാണ് രാജ്യത്താകെ നമ്മൾ തിരിതിരിക്കരുത്. ഇപ്പോൾ നമ്മുടെ നാട് സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാടാണ്. എന്നാൽ രാജ്യത്തിൻ്റെ സാക്ഷരതയുടെ അവസ്ഥ എന്താണ്? രാജ്യത്താകെ എടുത്താൽ 37% നിരക്ഷരരാണ്, സാക്ഷരത നേടാത്തവരാണ്. ഇതാണ് രാജ്യത്തിൻ്റെ പിന്നോക്കാവസ്ഥ. വലിയ തോതിൽ പോഷകക്കുറവ് അനുഭവപ്പെടുന്ന ജനങ്ങളാണ് രാജ്യത്തുള്ളത്. 25% ആളുകൾക്ക് സാധാരണഗതിയിലുള്ള പോഷകാഹാരം ലഭിക്കുന്നില്ല എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇതാണ് രാജ്യം. ആ രാജ്യത്താണ് നമ്മുടെ സംസ്ഥാനം. ആ സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഇങ്ങനൊരു അവസ്ഥ നേടാൻ കഴിഞ്ഞത്? ഈ സംസ്ഥാനത്തെക്കുറിച്ച് ഇന്ത്യ ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളുമെല്ലാം കണക്കാക്കുമ്പോൾ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ ദരിദ്രരുള്ള സംസ്ഥാനം കേരളമാണ് എന്ന് കണക്കാക്കുന്നു. ഇത് സ്വാഭാവികമായി ഉണ്ടായതല്ല. ഇതിനു വേണ്ടിയുള്ള
വലിയ തോതിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ജനങ്ങളെ ശാക്തീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്ഷേമ പെൻഷൻ ആലോചിച്ച് നോക്കൂ. ക്ഷേമ പെൻഷൻ 45 രൂപയിൽ നിന്നാണല്ലോ ആദ്യത്തെ തുടക്കം. എന്തായിരുന്നു കോൺഗ്രസിൻ്റെ സമീപനം? അന്ന് പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എതിർത്തത്. കഠിനമായ എതിർപ്പ്, ധൂർത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കാൻ, ഖജനാവിലെ പണം ചോർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കൽ. നായനാരുടെ ഗവൺമെൻറ് ആയിരുന്നു ആ നടപടികൾ കൊണ്ടുവന്നത്. തൊട്ടു പിന്നാലെ വന്ന UDF ഗവൺമെൻറ് അതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും പിന്നീട് സ്വീകരിച്ചില്ല. പിന്നീട് LDF ഗവൺമെൻറ് വന്നപ്പോഴാണ് വീണ്ടും അതിൽ ചെറിയൊരു വർധനവ് വരുത്തുന്നത്. എല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണല്ലോ. ഇപ്പോൾ 2016 അനുഭവം എടുത്താൽ, 2016 ഞങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അപ്പോൾ ചോദിച്ചു, നമ്മുടെ കേരളത്തിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്, പലതും ബാക്കിയുണ്ടോ കൊടുക്കാൻ? ബാക്കിയുണ്ട് എന്ന് മാത്രമല്ല, കുടിശ്ശിക 18 മാസത്തേത് കിടക്കുകയാണ്. ആ ഘട്ടത്തിൽ 600 രൂപയാണ് പെൻഷനായിട്ട് കൊടുക്കേണ്ടത്. ആദ്യം മന്ത്രിസഭ എടുത്ത തീരുമാനം അന്ന് അത് മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു. ആ കൊടുത്തു തീർത്തതിന് ശേഷം പിന്നെ വർധനവ് തുടങ്ങി. 600-ൽ നിന്ന് 1600-ലേക്ക് എത്തി. 1600 രൂപ 2021-ൽ നമ്മുടെ കേരളത്തിലെ ക്ഷേമാനുകൂല്യങ്ങൾ അതിന് അർഹതയുള്ളവർ കൈപ്പറ്റുകയാണ്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടെ 2021-ൽ LDF-നെയല്ല അധികാരത്തിലെത്തിച്ചത്. UDF നേരത്തെ വരുന്നത് പോലെ അധികാരത്തിൽ വന്നു എന്നായിരുന്നു സ്ഥിതിയെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ 1600 പിന്നെ ആർക്കെങ്കിലും കിട്ടുമോ? 600 കാലത്ത് 18 മാസം കുടിശ്ശിക. അതിനേക്കാളും വളരെ വളരെ കുറഞ്ഞതാണ് 2001 മുതൽ 2006 വരെയുള്ള കാലം. 2006-ൽ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എത്ര മാസത്തെ കുടിശ്ശികയായിരുന്നു? 28 മാസത്തെ കുടിശ്ശിക. ഇതാണ് നാം കാണേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തെ പാവങ്ങൾക്ക് കൊടുക്കേണ്ട ആ ചില്ലിക്കാശ് അത് പിടിച്ചു വെക്കുന്ന മനോഭാവമാണ് കോൺഗ്രസിനും UDF-നും ഉണ്ടായിരുന്നത്. 2021-ൽ LDF ആയിരുന്നില്ല എങ്കിൽ ഈ പറയുന്ന 1600 കടലാസിൽ തന്നെ കിടക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2025-ൻ്റെ അവസാനം 2026-ലേക്ക് കടക്കാൻ പോകുന്നു. ഈ ഘട്ടത്തിൽ ആ 1600 കൃത്യമായി കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അത് കൊടുക്കാതിരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകളും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും പല രീതിയിലുണ്ടായി. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കൽ, വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കൽ, നമുക്ക് വലിയ സാമ്പത്തിക പ്രയാസമുണ്ടാക്കൽ, കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിധം നിഷേധിക്കൽ, കടമെടുക്കാനുള്ള സൗകര്യം നിഷേധിക്കൽ, പെൻഷൻ കമ്പനിയെ അവരെടുക്കുന്ന കടം സംസ്ഥാനത്തിൻ്റെ കടമായി കണക്കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തടയാനുള്ള ശ്രമം, ഇതെല്ലാം ഉണ്ടെങ്കിലും കൃത്യമായി കൊടുത്തല്ലോ. അവസാനം 1600 എന്നത് 2000 ഉയർത്തുന്നതിനെയും സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. ഇതൊക്കെ തുടർ ഭരണത്തിൻ്റെ ഭാഗമായാണല്ലോ സംഭവിക്കുന്നത്. തുടർ ഭരണം കേരളത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നോ? നേരത്തെ 1600 കയ്യിൽ കിട്ടിയവർ ഇനി അങ്ങോട്ട് 2000 കയ്യിൽ കിട്ടുന്നവർ ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലെ പൊതുവായ സാഹചര്യത്തിൽ വരുന്ന മാറ്റം. ഇപ്പോൾ
കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാർക്ക് 1000 രൂപ വീതം ഓരോ മാസവും ലഭിക്കുകയാണ്. മറ്റ് പെൻഷൻ അർഹതയില്ലാത്തവർക്ക്, മറ്റ് ആനുകൂല്യങ്ങളില്ലാത്തവർക്ക്. നമ്മുടെ ചെറുപ്പക്കാർക്ക്, പഠിച്ചു നിൽക്കുന്നവർക്ക് ആവശ്യമായ സ്കിൽ നേടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി അവർക്കും 1000 രൂപ വീതം മാസം തോറും നൽകുകയാണ്. ഇതെല്ലാം ഏതെങ്കിലും മേശക്കളിയിൽ അലമാരയിൽ കിടക്കുകയല്ലോ ചെയ്യുക. എല്ലാം നാട്ടിൽ വ്യാപരിക്കുന്ന പണമല്ലേ? അതിൻ്റെ ഭാഗമായി വരുന്ന പൊതുവായ സാമൂഹ്യ അന്തരീക്ഷത്തിലെ പുരോഗതിയില്ലേ? ഓരോ കുടുംബത്തിൻ്റെയും മാറ്റമില്ലേ? ഇത്തരം ദുരിതമനുഭവിക്കുന്ന ഓരോ ആളിലും വരുന്ന മാറ്റമില്ലേ? അതിൻ്റെ എല്ലാം ഭാഗമായല്ലേ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി നമ്മുടെ നാട് മാറുന്നത്. അതോടൊപ്പം പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേരള ഗവൺമെൻറ് ഈ കഴിഞ്ഞ 9 വർഷം എടുത്താൽ 15,000 കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് കാണണം. ഇത്തരത്തിലുള്ള നടപടികൾ നമ്മുടെ നാടിന് മാറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗമായി രാജ്യത്താകെ അതിദരിദ്രർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം. എത്രയാ? 64,006 കുടുംബങ്ങൾ. സാധാരണഗതിയിൽ ആലോചിക്കാനിടയില്ലാത്തൊരു കാര്യത്തിലേക്ക് LDF സർക്കാർ കടന്നു. കാരണം ഈ 64,006 കുടുംബങ്ങളെ നമുക്ക് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടെ? അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. അതിൻ്റെ ഭാഗമായ കുടുംബങ്ങളെ പ്രത്യേകം അടയാളപ്പെടുത്തി. അവർക്കുള്ള ക്ലേശഘടകങ്ങൾ എന്താണെന്ന് കണ്ടു. ആ ക്ലേശഘടകങ്ങൾ ഓരോന്നും പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു 2025 നവംബർ 1 ഈ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകുമെന്ന്. അങ്ങനെയാണ് ലോകത്തെ ആശ്ചര്യപ്പെടുത്തുമാറ് നമ്മുടെ കേരളം കഴിഞ്ഞ നവംബർ 1 അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറി എന്ന പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത്. ഇതൊക്കെ LDFന്റെ തുടർഭരണം കൊണ്ട് സംഭവിച്ചതല്ലേ? തുടർഭരണം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ സ്ഥിതി ഉണ്ടാവുമോ? നമ്മുടെ നാട് ഓരോ ഘട്ടത്തിലും നേടിയ നേട്ടങ്ങൾ നിലനിർത്താനാകാതെ പുറകോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെയും 2021-26 കാലം നേരത്തെ ഉള്ളതുപോലെയാണ് സംഭവിച്ചിരുന്നെങ്കിൽ 2016-21 കാലത്തെ നേട്ടങ്ങളുടെ പുരോഗതി എല്ലാലോ വരിക, എല്ലാം പുറകിലോട്ട് പോകുമായിരുന്നല്ലോ. ഇപ്പോ നമുക്ക് കേരളത്തിന് ഈ ലോകത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നേടാൻ കഴിഞ്ഞ ഒരു പ്രദേശം, ഒരു സംസ്ഥാനം എന്ന നിലയിൽ അഭിമാനിക്കാൻ എല്ലാ തരത്തിലുമുള്ള വകയാണുള്ളത്. ഇവിടെ നാം കാണേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കാണ് ഈ കഴിഞ്ഞ ദശാബ്ദം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ പറഞ്ഞു നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം വളരെ പിറകിലായിരുന്നു എന്ന്. ഇപ്പോഴെന്താ അവസ്ഥ? ഈ കഴിഞ്ഞ വർഷങ്ങളെടുത്താൽ, LDF ഗവൺമെൻറ് വർഷങ്ങളെടുത്താൽ, നമ്മുടെ സംസ്ഥാനത്ത്
44,000 കോടി രൂപ ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ അത് സർക്കാരിൻ്റെ ഖജനാവിൽ ചെലവഴിച്ച പണമാണ്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് കേരളത്തിൻ്റെ വികസനം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നേടാൻ കഴിയുമായിരുന്നില്ല. കാരണം ഖജനാവിന് അത്ര ശേഷിയില്ല. ഇപ്പോൾ വേറൊരു സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തണം. അങ്ങനെയാണ് നാം കിഫ്ബിയെ പുനർജീവിപ്പിച്ചത്. കിഫ്ബിയിലൂടെ വലിയ തോതിലുള്ള പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികളാണ് നടപ്പാക്കിയത്. ഇപ്പോൾ അന്ന് പ്രഖ്യാപിച്ചത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമായിരുന്നു. എന്നാൽ 21 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഏറ്റെടുത്തത്. ഇപ്പോൾ എത്രയായി? 90,000 കോടി കവിഞ്ഞു. ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കൂ. 1.5 ലക്ഷത്തോളം കോടി രൂപയുടെ വികസനമാണ് പശ്ചാത്തല സൗകര്യ രംഗത്ത് നമ്മുടെ സംസ്ഥാനം ഈ ഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതാണ് മാറ്റം. പക്ഷേ ആ മാറ്റം രുചിക്കാത്തവരുണ്ട്, അതുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തവരുണ്ട്. നമ്മുടെ നാട് അങ്ങനെ മെച്ചപ്പെട്ടുകൂടാ, അത് വലിയ തോതിൽ തകരണം എന്ന് ചിന്തിക്കുന്ന ഹീന മനസ്സുകളുണ്ട്. അതിൻ്റെ ഭാഗമല്ലേ കിഫ്ബിക്കെതിരെ ഇപ്പോൾ ഒരു നോട്ടീസുമായി വന്ന കാഴ്ച? എന്താ നോട്ടീസിൽ പറയുന്ന കാര്യം? നിങ്ങൾ വായ്പയെടുത്ത് ഭൂമി എടുത്തു എന്നാണ്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, റിയൽ എസ്റ്റേറ്റ് ഏർപ്പാട് എന്ന് പറയുന്നത് ഭൂമി വിലക്ക് വാങ്ങി പിന്നെ ആ ഭൂമി കൂടുതൽ ലാഭത്തിന് വിൽക്കലാണ്. അതായത് ഭൂമി എടുത്ത് കൂടുതൽ ലാഭമുണ്ടാക്കലാണ്. ഇതാണ് വിലക്ക് വാങ്ങുന്ന ഭൂമിയുടെ ഒരു പ്രത്യേകത. ആ തരത്തിലുള്ള ഒരു ഭൂമി വാങ്ങലും കിഫ്ബി നടത്തിയിട്ടില്ല. ഇവിടെ ഭൂമി കച്ചവടമല്ല കിഫ്ബി നടത്തിയത്. പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കും. പലതരത്തിലുള്ള ഏറ്റെടുക്കൽ നടക്കും. ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി നമ്മുടെ സംസ്ഥാനത്തിന് നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് 25% സംസ്ഥാനം വഹിക്കണം എന്ന കണ്ടീഷൻ അവസാനം വെച്ചല്ലോ. 5,600 കോടി രൂപയാണല്ലോ നമ്മൾ എണ്ണിക്കൊടുത്തത്. ആ പണം കിഫ്ബിയാണ് കൊടുത്തത്. ആ പണം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കിഫ്ബിയുടെ ഭൂമി കച്ചവടത്തിന് ഉപയോഗിച്ചതാണോ? നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ പദ്ധതികൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടല്ലോ. സംസ്ഥാനത്തെ 7 വൻകിട പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് 20,000 കോടി രൂപയാണ് ചെലവ് വരുന്നത്. ആ ഭൂമി കിഫ്ബി കച്ചവടം നടത്തുകയാണോ? ഇവിടെ വിലക്ക് വാങ്ങലും ഭൂമി ഏറ്റെടുക്കലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഭൂമി എക്വയർ ചെയ്യുന്നില്ലേ? ആ എക്വയർ ചെയ്യുന്ന ഭൂമി ഏതാവശ്യത്തിനാണോ ആ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റില്ല. വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കുന്ന നിലയാണ് കിഫ്ബി സ്വീകരിച്ചിട്ടുള്ളത്.
നിങ്ങൾ കിഫ്ബിക്കെതിരെ ഇത്തരമൊരു നോട്ടീസുമായി വരുമ്പോൾ ഞങ്ങൾ വല്ലാതെ മുട്ടുപറക്കുമെന്നാണോ കണക്കാക്കിയിട്ടുള്ളത്? കാണേണ്ട കാര്യം, നേരത്തെ മുതൽ തന്നെ പശ്ചാത്തല സൗകര്യ വികസനത്തിനാണ് ഈ പണം ചെലവഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിനുവേണ്ടി പണം ചെലവഴിച്ചിട്ടുണ്ട്. അത്തരം പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ഭൂമി ഏറ്റെടുത്തിട്ടുമുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിൽ ഒരു വ്യവസ്ഥയാണ് അംഗീകരിക്കേണ്ടത്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെച്ച മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അണുകിട വ്യതിയാനം കിഫ്ബി വരുത്തിയിട്ടില്ല. അതുകൊണ്ട് നോട്ടീസ് അയച്ചവർ തൽക്കാലം അതിൻ്റേതായ ഒരു മനസംതൃപ്തി നിൽക്കുക എന്നുള്ളത് മാത്രമേ കാണേണ്ടതുള്ളൂ. ഞങ്ങളെ അശേഷം ബാധിക്കുന്ന കാര്യമല്ല. നാടിൻ്റെ വികസനത്തെ തകർക്കാമെന്ന് കരുതേണ്ട, നാടിൻ്റെ വികസനത്തിന് തടയിടാമെന്ന് കരുതേണ്ട, അത് കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ രീതിയിലുള്ള പദ്ധതികൾ പൂർത്തിയായിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പദ്ധതി നമ്മളാണ് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കിയത്. അതാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു പോർട്ടല്ല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ട്, ലോകത്തെ ഏറ്റവും വലിയ മദർ പോർട്ടുകളിൽ ഒന്ന്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് 5600 കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത്. വെറുതെ ഉണ്ടായതല്ല. ഇവിടെ ഒന്നാം ഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 2024 തന്നെ ഓപ്പറേഷൻ ആരംഭിച്ചു. കേരളത്തിലാണെങ്കിലും രാജ്യത്തിൻ്റെ പോർട്ടാണത്. രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയാവുന്ന മദർ പോർട്ടായിട്ടാണത് മാറുന്നത്. അവിടെ വലിയ തോതിലാണ് ഇപ്പോൾ വൻകിട കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേരളത്തിന് വരുന്ന മാറ്റങ്ങളല്ലേ? എന്നാൽ നേരത്തെ കണക്കാക്കിയതനുസരിച്ച് വിഴിഞ്ഞം പോർട്ടിൻ്റെ തുടർഘട്ടങ്ങൾ 2045 പൂർത്തീകരിക്കേണ്ടത്. അത് ഞങ്ങൾ ചർച്ചയിലൂടെ മുന്നോട്ടാക്കാൻ ശ്രമിച്ചു. എത്ര വർഷം? 17 വർഷം മുന്നോട്ട്. അതായത് 2045 പൂർത്തിയാക്കേണ്ടത് 2028 പൂർത്തീകരിക്കാനാവുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് LDF ഗവൺമെന്റ് പ്രത്യേകത. ആ പോർട്ട് വരാതിരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, പോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഉണ്ടായ തടസ്സങ്ങൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതിന് വേണ്ടി നടത്തിയ മറ്റ് നീക്കങ്ങൾ എല്ലാം നാടിൻ്റെ മുന്നിലുള്ളതാണ്. അതിനെല്ലാം നേരിടാനും അതെല്ലാം അതിജീവിക്കാനും കഴിഞ്ഞത് ഒരു സംശയവുമില്ല LDF സർക്കാർ കേരളത്തിൽ അധികാരത്തിലുള്ളത് കൊണ്ടാണ്. അത് തുടർഭരണം 2021 LDFന് കിട്ടിയപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കണ്ണൂർ വിമാനത്താവളം ഇന്ന് ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ സാധാരണ സൗകര്യങ്ങൾ വെച്ചാൽ മെച്ചപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹകരണം നൽകിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം. പോയിന്റ് ഓഫ് കോൾ പദവി ഇല്ലാത്തതുകൊണ്ട് വിദേശ വിമാനങ്ങൾക്ക് ഇവിടെ വന്നിറങ്ങാൻ കഴിയുന്നില്ല. ഈ ഘട്ടത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ വലിയ തോതിലുള്ള
പ്രയാസം അനുഭവിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് മാറി ചിന്തിക്കണം. പോയിന്റ് ഓഫ് കോൾ പദവി അടിയന്തരമായും കണ്ണൂർ വിമാനത്താവളത്തിന് ഈ സാഹചര്യത്തിൽ നൽകേണ്ടതുണ്ട്. മറ്റവര് വലിയ തോതിൽ പ്രയാസപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നതിനുള്ള ഇടപെടലുകളാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുണ്ടാകേണ്ടത്. പക്ഷേ ആ കണ്ണൂർ വിമാനത്താവളം 2016 ശേഷം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? യുദ്ധകാലാടിസ്ഥാനത്തിൽ LDF സർക്കാർ മുന്നിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ്. വിവിധ പദ്ധതികൾ ആ രീതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കേരളം പൊതുവെ ആയുർവേദ മേഖലയിൽ കരുത്താർജിച്ച ഒരു സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ ആയുർവേദ ചികിത്സ നല്ല രീതിയിൽ ലോകം തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ വലിയ തോതിൽ ഈ കാര്യത്തിൽ ആകർഷിക്കപ്പെടുന്നു എന്നതും നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ആയുർവേദ മേഖലയിൽ ധാരാളം സ്ഥാപനങ്ങൾ പ്രസിദ്ധമായി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം ആയുർവേദത്തിൽ വലിയ തോതിലുള്ള ഗവേഷണ സൗകര്യങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു നല്ല ആയുർവേദ കേന്ദ്രവും അതോടൊപ്പം തന്നെ വൻ സൗകര്യങ്ങളുള്ള ഒരു ഗവേഷണ കേന്ദ്രവും ഒരുങ്ങണം എന്ന് നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിച്ചത്. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും എന്നാണ് കാണുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ വ്യാവസായിക രംഗം, കേരളത്തിൻ്റെ വ്യാവസായിക രംഗത്ത് വന്ന മാറ്റം നോക്കണം. എങ്ങനെയാണ് മാറ്റം വന്നത്? ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. 2016 LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളം വ്യാവസായിക രംഗത്ത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറുക എന്നത് ചിന്തിക്കാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. കാരണം രാജ്യത്തെ സംസ്ഥാനങ്ങളെ ഈ കാര്യത്തിൽ പട്ടികപ്പെടുത്തുന്നുണ്ട്. നമ്മൾ വളരെ പുറകിലായിരുന്നു. നമ്മൾ വ്യാവസായിക രംഗത്തിന് വ്യവസായത്തിന് പറ്റിയ നാടല്ല എന്നൊരു പൊതു കണക്കൂട്ടലിലായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. പക്ഷേ ആ അവസ്ഥ വെച്ച് അതങ്ങനെ വിട്ടുകളയാം എന്നല്ല LDF സർക്കാർ ചിന്തിച്ചത്. ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ ബാധ്യതയുണ്ട്. ആ ബാധ്യത നാടിനെ മുന്നോട്ട് നയിക്കലാണ്, പുറകിലുള്ളതിനെ മുന്നോട്ട് കൊണ്ടുവരലാണ്. അതിനുള്ള ശ്രമം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി നിയമങ്ങൾ ഭേദഗതി ചെയ്യാനുണ്ടായിരുന്നു, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാനുണ്ടായിരുന്നു. 2018-ലും 2019-ലുമൊക്കെ ഒട്ടേറെ നിയമങ്ങളാണ് ഭേദഗതി ചെയ്തത്. മാത്രമല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുകൊണ്ട് വ്യവസായം ആരംഭിക്കുന്നതിന് അപേക്ഷിച്ചാൽ അതിന് കൃത്യസമയത്ത് അനുമതി ലഭിച്ചില്ലെങ്കിൽ എല്ലാ അനുമതിയും ലഭിച്ചതായി കണക്കാക്കി അവർക്ക് വ്യവസായം തുടങ്ങാം. 3 വർഷത്തിനുള്ളിൽ മറ്റ് അനുമതികളെല്ലാം വാങ്ങിയാൽ മതി എന്ന നിയമവും കേരളത്തിൽ വന്നു. അപ്പോഴേക്ക് 2021 ബലമായ അടിത്തറയായി. 2021 LDF സർക്കാർ
വീണ്ടും അധികാരത്തിൽ ജനങ്ങളേറ്റിയപ്പോ 21 എവിടെയാണോ അവസാനിച്ചത് അവിടുന്ന് മുന്നോട്ട് പോകാനായി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. ഫലം നാം കണ്ടു. രാജ്യത്ത് നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ നമ്പർ 1 സംസ്ഥാനം കേരളം എന്ന നില നമ്മൾ ആർജിച്ചു. ആ വർഷം മാത്രമല്ല, ഈ കഴിഞ്ഞ വർഷം മാത്രമല്ല, ഈ വർഷവും നമ്മൾ അതേ നില നേടി. നമ്മൾ കൊച്ചിയിൽ ഒരു നിക്ഷേപ സംഗമം നടത്തി, ആഗോള നിക്ഷേപ സംഗമം. മൊത്തം എത്രയാണ് വാഗ്ദാനം വന്നത്? 2 ലക്ഷം കോടി രൂപയുടെ വാഗ്ദാനമാണ് വന്നിട്ടുള്ളത്. വെറുതെയുള്ള വാഗ്ദാനമല്ല, പലതും ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് ഗൾഫ് മേഖലയിലുള്ള രാഷ്ട്രങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടായിരുന്നു. മലയാളി കൂട്ടായ്മയുമായിട്ട് സംബന്ധിക്കലാണ്. അത് നല്ല നിലക്ക് നടന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള ഭരണാധികാരികളുമായി സംസാരിച്ചു, ഓരോ രാജ്യത്തിലെയും ഭരണാധികാരികളുമായി. അവരുടെ എല്ലാം നെഞ്ചിൽ കേരളമുണ്ട്. പരസ്യമായി അവരത് പറയുകയാണ്. കേരളത്തിലേക്ക് നിക്ഷേപത്തിന് അവർ തയ്യാറെടുക്കുന്നു, നിക്ഷേപത്തിന് താല്പര്യം പ്രകടിപ്പിക്കുന്നു. ഏറ്റവും ആവേശകരമായ അനുഭവം അബുദാബിയിലുണ്ടായി. അബുദാബിയിലെ കിരീടാവകാശി അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. അദ്ദേഹം ഞങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയാണ്, ഉടനെ കേരളത്തിലൊരു ടീം പോകണം, ഏതെല്ലാം മേഖലയിൽ നിക്ഷേപം നടത്താൻ കഴിയുമെന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകണം, നമുക്ക് കേരളത്തിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് എന്ന നിലപാടെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്. ഈ അവസ്ഥയിലേക്ക് നാടിനെ മാറ്റിയത്, നാടിനെ എത്തിച്ചത് LDF ആണ്. അതിൽ ഏറ്റവും സഹായകമായത് തുടർ ഭരണമാണ്. അതും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വ്യവസായ രംഗത്തെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നേരത്തെ ശ്രമം ആരംഭിച്ചു. അതിലൊന്നാണ് കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി. അന്ന് തന്നെ അതിന് സ്ഥലമെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇപ്പോ നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് വലിയ തോതിലുള്ള ആധുനിക വ്യവസായങ്ങൾ വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ IT രംഗം നമ്മുടെ ചെറുപ്പക്കാർക്ക് ഹരമായിട്ടുള്ളൊരു മേഖലയാണ്. IT രംഗത്ത് ഉള്ള IT പാർക്കുകൾ നല്ലതുപോലെ വികസിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ സ്ഥലങ്ങളെടുത്ത് വികസിപ്പിക്കുന്നു. പുതിയ IT പാർക്കുകൾ കണ്ണൂരിലടക്കം കേരളത്തിന്റെ 3 ഭാഗങ്ങളിൽ IT പാർക്കുകൾ വരുന്നു. നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഓരത്ത് IT കോറിഡോർ സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു. വലിയ മാറ്റം IT മേഖലയിൽ. ആഗോള കമ്പനികൾ അതിൻ്റെ ഭാഗമായി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം LDFന്റെ തുടർ ഭരണത്തിൻ്റെ ഭാഗമായി ഉള്ളതാണ് എന്ന് നാം കാണണം. നമ്മുടെ കേരളത്തിൽ ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ, രണ്ടിനും കൂടി 10,000 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. സംസ്ഥാന സർക്കാരാണ് ആ ചെലവിടുന്നത്. കിഫ്ബിയാണ് ആ പണം കണ്ടെത്തുന്നത്. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിനാണ് ഈ പദ്ധതിയിലൂടെ സാധിക്കുക. വലിയ തോതിലുള്ള ഗതാഗത സൗകര്യം വർദ്ധിക്കുന്നു എന്നാണ് കാണേണ്ടത്. നമ്മുടെ വയനാട് നമുക്കെല്ലാം അറിയാം, മഴ പെയ്തോ ചുരം മുടക്കും, എല്ലാ കാലത്തും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇതിന് പരിഹാരം വേണ്ടേ എന്നാലോചിച്ചു. ആ പരിഹാരം കാണുന്നതിനായി ആലോചനകൾ നടന്നു. ഒരു തുരങ്കപാത എന്ന നിർദ്ദേശം വെച്ചു. കേട്ടപാട് തീർക്കാൻ ആളുകൾ വന്നു. പക്ഷേ
തുരങ്കപാതയുടെ ആശയവുമായി സർക്കാർ മുന്നോട്ട് പോയി. എല്ലാ അനുമതിയും ലഭിച്ചു. ഇപ്പോ ടെൻഡർ കഴിഞ്ഞു, നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഒരു യോഗം, അതിൽ പങ്കെടുക്കാൻ പോയ കാഴ്ച അത്ഭുതകരമായിരുന്നു. നാടാകെ ഒഴുകിയെത്തുകയായിരുന്നു. എല്ലാവരും, ഒരു വ്യത്യാസവും അതിലുണ്ടായില്ല. നാട് മുഴുവൻ ഇത്തരമൊരു പദ്ധതി ഹൃദയംഗമായി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആവേശകരമായ കാഴ്ച. നമ്മുടെ കേരളത്തില് നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ആ ടൂറിസ്റ്റുകളുടെ വരവിന്റെ ഭാഗമായി നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേരുമുണ്ട്. വലിയ തോതിൽ വർധനവ് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാവുകയാണ്. ടൂറിസ്റ്റുകളെ വല്ലാതെ ഹരം കൊള്ളിക്കുന്ന ഒരു പുതിയ കാര്യം നമ്മൾ ഏതാനും ആഴ്ച കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അത് കോവളം മുതൽ ബേക്കൽ വരെയുള്ള ജലപാത. ആ ജലപാത കോഴിക്കോടിലെ ചില ഭാഗം, കണ്ണൂരിലെ ചില ഭാഗം, കാസർഗോഡിലെ ചില ഭാഗം പുതിയ സ്ഥലമെടുത്ത് കനാൽ വേണ്ടതുണ്ട്. കുറച്ച് സമയമെടുക്കും. എന്നാൽ കോവളം മുതൽ ചേറ്റുവ വരെ ഒരേ വരവ് കനാൽ വരികയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ് നടത്താൻ പോകുന്നത്. നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് കോവളത്തിൽ നിന്ന് ബോട്ടിൽ തുടങ്ങിയാൽ ചേറ്റുവയിലേക്ക് എത്താൻ കഴിയും. വൻപിച്ച ഹരമായി മാറാൻ പോകുന്നു എന്നതാണ് നാം കാണേണ്ട കാര്യം. ഇവിടെ നമ്മുടെ K-Ford ഇപ്പോ ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചൊരു നാടാണ് നമ്മുടെ നാട്. അതോടൊപ്പം ഓഫീസുകളിലും മറ്റെല്ലായിടങ്ങളിലും K-Phone സൗകര്യമൊരുക്കുകയാണ്. വലിയ തോതിൽ അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ സ്വന്തം പദ്ധതി അതാണ് കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ കൊച്ചിയിൽ മാത്രമായിട്ട് ഇപ്പോൾ ഒതുങ്ങുകയല്ല. രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങൾ അവിടെ വാട്ടർ മെട്രോ സ്ഥാപിക്കുന്നതിനായി ഇങ്ങോട്ട് വരികയാണ് പഠിക്കാൻ, ഇവരുമായി ചർച്ച ചെയ്യാൻ. ഞങ്ങളെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രാജ്യത്തുള്ളവർ മാത്രമല്ല, ലോകത്തിലെ പല രാഷ്ട്രങ്ങൾ വരുന്നു, വാട്ടർ മെട്രോയുടെ അധികാരികളുമായി ചർച്ച ചെയ്യുന്നു. ഞങ്ങളുടെ നാട്ടിൽ ആരംഭിക്കുന്നതിന് നിങ്ങൾ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് ഒരു ഔട്ടർ റിംഗ് റോഡ് സ്ഥാപിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേയുടെ അനുമതി കൂടി വേണ്ടതാണ്. ഈ മാസത്തോടു കൂടി അതിൻ്റെ അനുമതികളെല്ലാം വരുമെന്നാണ് മന്ത്രിതലത്തിൽ തന്നെ ചർച്ച ചെയ്തപ്പോൾ ഉണ്ടായ തീരുമാനം. ഏതായാലും ആ ഔട്ടർ റിംഗ് റോഡ് കേവലം ഒരു റോഡല്ല, അതിൻ്റെ ഇരുവശങ്ങളിലും വലിയ തോതിലുള്ള പദ്ധതികൾ വരും. കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറ്റത്തക്ക തരത്തിലുള്ള പദ്ധതികളാണ് വരിക. വലിയ പോർട്ട്, അതിൻ്റെ സൗകര്യങ്ങളടക്കം ഉപയോഗിക്കാനാവുന്ന പദ്ധതികൾ, ഒരു തുറമുഖ നഗരം എങ്ങനെ മാറും എന്നതിൻ്റെ ഉദാഹരണമായിട്ട് വരാൻ പോവുകയാണ്. 3000 ഏക്കർ സ്ഥലമാണ് അവിടെ പുതുതായി ഈ പദ്ധതികൾക്കായി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പുതിയ കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ നാടാണ് ആദ്യം തുടങ്ങിയത്. ഇന്ത്യയിൽ ആദ്യത്തേതാണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മളാണ് തുടങ്ങിയത്. ഇന്ത്യയിൽ ആദ്യത്തേതാണ്. സയൻസ് പാർക്ക്
ഇത് മാത്രമല്ല, അതിന് പുറമെ 3 കണ്ണൂരിലടക്കം 3 സയൻസ് പാർക്കുകൾ വരുന്നു. ഇവിടുത്തെ സ്ഥലമെടുപ്പ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ സംഭവിച്ചത് LDF അധികാരത്തിലുണ്ടായതുകൊണ്ടും LDFന് 2021 തുടർഭരണം സമ്മാനിച്ചതുകൊണ്ടുമാണ് എന്നത് നാം മറക്കരുത്. അപ്പോ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും തരത്തിലുള്ള വിവിധ പദ്ധതികളാണ് ഇതിൻ്റെ എല്ലാം ഭാഗമായി ഒരുങ്ങുന്നത് എന്നാണ് നാം കാണേണ്ടത്. ഞാൻ മറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സാധാരണ പറയുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷേ അത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ വല്ലാതെ നീണ്ടുപോകുമെന്നുള്ളത് കൊണ്ട് അതിലേക്ക് വളരെ കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല. ഇവിടെ കണ്ണൂർ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാടിൻ്റെ ഭാഗമായി വരുന്ന ഈ മാറ്റം, ആ മാറ്റം അതേ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കണ്ണൂർ കോർപ്പറേഷനിൽ കഴിയുന്നുണ്ടോ, കഴിഞ്ഞിട്ടുണ്ടോ? ഇതാണ് നാം പരിശോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വലിയ തോതിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇവിടെ എല്ലാ രീതിയിലും വികസന പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ സന്നദ്ധതയുള്ള ഒരു പ്രതിനിധിയാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത്. കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ഉൾപ്പെടുന്നതാണ് ഈ നിയമസഭാ മണ്ഡലം. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ സഹായം ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ സ്വീകരിക്കാൻ കോർപ്പറേഷൻ തയ്യാറായോ? തയ്യാറായില്ല എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത് പോലും ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു സമീപനമല്ലേ കോർപ്പറേഷൻ തുറന്നുപോയത്. ഇവിടെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സൗകര്യങ്ങൾ, കുടിവെള്ളത്തിൻ്റെ സൗകര്യങ്ങൾ, ഇതിലെല്ലാം മറ്റു പല തദ്ദേശഭരണ സ്ഥാപനങ്ങളും വലിയ മികവാണ് നേടിയിട്ടുള്ളത്. ആ മികവിലേക്ക് ഉയരാൻ ഇവിടെ കഴിഞ്ഞില്ല എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും പല തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും വയോജനങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ സ്തുത്യർഹമായ രീതിയിലാണ് നടക്കുന്നത്. എന്ത് പങ്കാണ് ഇവിടെ നിർവഹിക്കാൻ കഴിഞ്ഞത്? നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് പലയിടങ്ങളിലും അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് നഗരങ്ങളിലാണ്. ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് പറയേണ്ടതില്ലല്ലോ, എല്ലാവരും അനുഭവിക്കുന്നതാണല്ലോ. അത് കണ്ടുകൊണ്ടാണ് നേരത്തെ സർക്കാർ ഒരു സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പദ്ധതി അംഗീകരിച്ചത്. ആ പദ്ധതി സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കേണ്ടത് കോർപ്പറേഷനാണ്. പക്ഷെ ഉണ്ടായോ ആ പ്രവർത്തനം? മുടക്കാനല്ലേ ശ്രമിച്ചത്? പലയിടത്തും UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ മുടക്കാൻ ശ്രമം നടന്നില്ലേ? ഇവിടെ നേരത്തെ മേയറുടെ കാര്യവും പറയുന്നത് കേട്ടല്ലോ. എന്താണിത്? നാടിന് വികസനം വരണ്ടേ? അത് റോഡ് നന്നാവണ്ടേ? അതിന് പുരോഗതി ഉണ്ടാവണ്ടേ?
റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി കാര്യങ്ങൾ നടത്താൻ പുറപ്പെടുമ്പോൾ ആ നടത്തുന്നവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? അതിനെ തടസ്സപ്പെടുത്താനാണോ നിൽക്കേണ്ടത്? നമ്മുടെ ഒരു മേൽപ്പാലം, ആ മേൽപ്പാലത്തിനെതിരെ, മേൽപ്പാലമൊക്കെ നാടിൻ്റെ ആവശ്യമല്ലേ? യഥാർത്ഥത്തിൽ അതിനുവേണ്ടിയല്ലേ കോർപ്പറേഷൻ നിലകൊള്ളേണ്ടത്? മേയറൊക്കെ അത് നടപ്പാക്കാനല്ലേ മുൻകൈ എടുക്കേണ്ടത്? പക്ഷെ ഇവിടെ അത് തടയാനുള്ള സമരം ഉദ്ഘാടനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ്റെ മേയർ തന്നെ, അദ്ദേഹം മുൻ മേയറാണെന്ന് പറയാ, അങ്ങനൊരു സ്ഥാനത്തിരുന്ന് ഇയാളടക്കം പോകുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു ഗതികേടാണെന്ന് നോക്കണം. ഇവിടെ ഒരു ഫ്ലൈ ഓവർ, ആ കാര്യത്തിലും ഇതേ നിലയല്ലേ ഉണ്ടായത്? നമ്മുടെ ഈ സ്റ്റേഡിയം എത്ര മനോഹരമായ സ്റ്റേഡിയമാണ്. ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 2016 കാലത്തെ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അന്നതിൻ്റെ ചുമതല വഹിച്ച ആളും ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. എന്താ ചെയ്തത്? സ്റ്റേഡിയം നന്നാക്കാൻ വേണ്ടി അന്ന് സർക്കാർ 12 കോടി രൂപയുടെ പദ്ധതിയാണ് അനുവദിച്ചത്. പക്ഷേ തീർത്തും തള്ളിക്കളയുന്ന രീതിയിൽ. ഇതാണോ നമുക്ക് ആവശ്യം? കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളെ പോലെ തന്നെ വികസനം കണ്ണൂർ നഗരത്തിനും വേണ്ടേ? നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് വേണ്ടേ? അത് യഥാർത്ഥത്തിൽ നമ്മുടെ അനുഭവത്തിൽ LDF-ന് മാത്രമേ ആ ചുമതല നിർവഹിക്കാനാവൂ. ഈ തെരഞ്ഞെടുപ്പിൽ LDF എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം കണ്ണൂർ നഗരത്തിലെ വോട്ടർമാരുടെ മുന്നിൽ LDF അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളതല്ല. LDF കണ്ണൂർ കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കാനുള്ളവയാണ്. നടപ്പാക്കാനുള്ളത് മാത്രമേ ഞങ്ങൾ പറയൂ. ഞങ്ങൾ പറഞ്ഞോ അത് നടപ്പാക്കുകയും ചെയ്യും. ഇതാണ് കേരളത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് പഴയ ചരിത്രം എന്തോ ആകട്ടെ, പുതിയ ചരിത്രം നമുക്ക് രചിക്കാം. കണ്ണൂരിലെ ജനങ്ങൾ അതിന് തയ്യാറായി മുന്നോട്ട് വരണം. ഇവിടെയുള്ള ദുരവസ്ഥക്ക് അന്ത്യം കുറിക്കാനാവണം. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല തോതിൽ വിജയിപ്പിക്കുക, എല്ലാ സ്ഥാനാർത്ഥികളെയും നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ തയ്യാറാവുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.